നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹാർദ്രതയുടെ പൂക്കൾ കൊടി മണ്ണിലാഴ്ത്തിയാണ് ഞാനും ഇവിടെ പിറന്നത്. പുഴകൾക്കു ചുമലേകി പാദങ്ങളാഴ്ത്തിയ മരങ്ങളും മണ്ണിനെ യുരുവം ചെയ്ത മണ്ണിരകളും ഉറുമ്പും ശലഭങ്ങളുമൊക്കെ പ്രേമാർദ്രതയുടെ പേറ്റുനോവിൽ പിറന്നവരാണെന്നും അറിയാം. ജീവനും അതിലെ അടരുകളും ഓർത്തു വലമുറുക്കും കടലങ്ങളും മൃത്യു ജീവനിൽ ചേർത്ത് തുടികൊണ്ടും തിരമാലകളും സമരത്തിന്റെ ഉപ്പുപാടങ്ങളിൽ രണഗീതം മുഴക്കി ജീവൻ ചെമ്പട്ട് പുതപ്പിച്ച ധീരരുമെല്ലാം ഈ നാട്ടിൽ സ്പന്ദനങ്ങളാണ്. കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കാനായി ശ്രീ എസ് രാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി, കേരള സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റും നമ്മുടെ ചാല മേഖലയുടെ സെക്രട്ടറിയുമാണ് പ്രിയപ്പെട്ട ശ്രീവരാമ മുരളി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് ബുദ്ധമൗനം എന്ന പേരിൽ മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരേ സമയം സാഹിത്യരചനയിൽ ഏർപ്പെടുകയും സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതേസമയം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് നമ്മളോടൊപ്പം നിരന്തര സാന്നിധ്യവുമായി നിൽക്കുന്ന ഒരാളാണ് ഈ ബുദ്ധമൗനത്തിനകത്തുള്ളത്. ഒരുപക്ഷെ ഒരു മൗനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ സമകാലിക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് സമകാലിക ജീവിത സന്ദർഭങ്ങളോട് നമ്മൾ നിരന്തരം സംവേദിക്കുന്നത് എന്ന് ഈ മലയാള കവിതയുടെ സാഹിത്യ ചരിത്രത്തെ തൊട്ടുപോകുന്നതിനോടൊപ്പം തന്നെ സമകാലിക ജീവിതത്തെയും തൊട്ടുപോകുന്നതായി നമുക്കറിയാൻ കഴിയും. അങ്ങനെ എന്തുകൊണ്ടും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കൃതിയായി ബുദ്ധമൗനം മാറുന്നുണ്ട്. ഈ സമാഹാരത്തിലുള്ള കവിതകൾക്കും ചിത്രം വരയ്ക്കാനുള്ള അവസരം അപ്പോൾ അത് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഈ നമ്മുടെ പല കവിതകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചോര പിടിക്കും കവിതകൾ ബന്ധം അല്ലേ, ബന്ധം വയ്ക്കുന്ന ആ ഒരു അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ കവിതയിൽ നിന്നും തുടങ്ങി അത് നമുക്ക് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു റിയലിസ്റ്റിക് ആയ അല്ലെങ്കിൽ വളരെ യഥാർത്ഥമായ ഒരു രൂപ സൗന്ദര്യം അല്ലെങ്കിൽ ഒരു രൂപബോധമാണ് നമ്മുടെ മനസ്സിൽ വരിക. പ്രസ്ഥാനങ്ങളാണ്, സാഹിത്യ സംഘം അടക്കമുള്ള സംഘടനകളുമാണ്. അതിന്റെ ഒരു ഭാഗമാണ് ശ്രീവരാമ മുരളിയുടെ ബുദ്ധമൗനം എന്ന് പറയുന്ന ഈ കവിതകൾ. അദ്ദേഹത്തിന്റെ പല കവിതകളും ഇത് നമ്മുടെ സമാഹിച്ചാണ് ഈ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിന്റെ പ്രകാശനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ സന്തോഷവും അഭിമാനവുമായിട്ടുള്ള മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ മുല്ലം കാട്ടാക്കടയാണ് പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ ഈ പുസ്തകം സ്വീകരിക്കുന്നത് എഴുത്തുകാരനും പ്രഭാഷകനും കവിയുമായിട്ടുള്ള പ്രൊഫസർ എൻ കെ സുനിൽകുമാർ അവർക്കാണ്. ശ്രീരാമപുരിയുടെ ബുദ്ധമൗനം എന്ന ഈ സമാഹാരം പ്രകാശനം ചെയ്തതായി ഒരു താഴ്മയോടെ അറിയും. പക്ഷേ ഈ വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണ് ഇത്. ശ്രീരാമപുരിയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ചും എല്ലാം നല്ല ധാരണയുള്ള ഒരു സദസ്സാണ് ഒരു വേദി. സാധാരണ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കവികളിൽ നന്മയെ സമൂഹത്തിൽ നന്നായി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാ കവികളുടെയും ഒരു ലക്ഷണം അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും കവിതയെ ഒരു ആയുധമായി കാണേണ്ട ഒരു കാലമാണ്. കവിത എന്നല്ല, എല്ലാ ശബ്ദക്രിയയും കൊള്ളാവുന്ന ആയുധമാക്കി മാറ്റേണ്ട കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും ഈ കവിതയെ ആയുധമാക്കാനുള്ള ശ്രമമാണ് ഈ കവി എപ്പോഴും നടത്തിയിട്ടുള്ള ഈ സമാഹാരത്തിലെ കവിതകൾ നമ്മളെ ആ ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പറയേണ്ട മാതിരി പറയേണ്ടിടത്തെല്ലാം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ പറയേണ്ട മാതിരി പറഞ്ഞു വെക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുകൂടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ
പുസ്തകത്തിലെ ബുദ്ധമൗനം എന്ന കവിത ഞാൻ പിന്നെ ചൊല്ലണം വിചാരിച്ച സാഹചര്യത്തിൽ എന്നോട് ക്ഷമിക്കുന്നത് കഴിയാതെ പോയി. ഈ കവിതകളെല്ലാം തന്നെ വളരെ ഗംഭീരമായ ചിന്തകൾ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നതാണ്. ഈ അദ്ദേഹത്തിന് പുള്ളി സാറുമായിട്ട് നേരത്തെ സാംസ്കാരികമായിട്ട് അല്ലാതെ തന്നെ സാഹോദര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക കല സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് എഴുത്തിനായാലും സാംസ്കാരിക പ്രവർത്തനത്തിനായാലും കൂടുതൽ കരുത്താകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വലിയ സംഭവമാണ് വാസ്തവത്തിൽ ഈ ബുദ്ധമൗനം എന്ന കവി പുസ്തകത്തിന്റെ പ്രകാശനം. ഇതിനകത്ത് അതിന്റെ പുറത്ത് പ്രിയപ്പെട്ട ഡോക്ടർ സോമൻ സാറാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. കവിത എന്നും പ്രതികരണമാണ്. ഭൂതകാല രീതിയിൽ മുങ്ങുന്നവരുണ്ട്, എന്നാൽ കണ്ണും കാതും തുറന്ന് വർത്തമാന കാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കവിക്ക് തീക്ഷ്ണമായ അനുഭവങ്ങളെ വിസ്മരിക്കാനാവില്ല എന്ന് അവതാരികയുടെ ഒരു ഭാഗം പുറത്തുള്ളത് വായിച്ചെടുത്തിരുന്നു. ഭാഗത്തെ കവിതകളല്ല ഞാൻ ആദ്യം വായിച്ചത്, ഇതിന്റെ അവസാനത്തിൽ നിന്ന് മുന്നോട്ടാണ്. അതായത് അവിടെ ഒരു ടാഗോറിയൻ സ്പർശം വല്ലാതെ ടാഗോറിന്റെ കവിതകൾ ഒരുപക്ഷെ ഗീതാഞ്ജലിയോ അല്ലെങ്കിൽ പേപ്പർ ബോർഡ്സോ പോലുള്ള കവിതകളിലാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്ന കാലത്തും വായന അനുഭവത്തിലും ഗീതാഞ്ജലിയിലുമാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അതല്ലാതെയുള്ള ടാഗോറിന്റെ എഴുത്തുകളും അതീവ കാൽപ്പനികതയും പിന്നെന്താ പറയാ ഒരു നമ്മൾ പറയുന്ന മറ്റെന്തിന്റെയൊക്കെ പ്രകൃതി സ്പർശം എന്നല്ല പറയാം, നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സ്പർശത്തിന്റെ കവിതകളാണ്. പ്രിയപ്പെട്ട മുരളിക്ക് ആ ഒരു ഭാഷ, ആ ഒരു ചൈതന്യം എന്ന് പറയാവുന്ന തരത്തിൽ ടാഗോറിയൻ സ്പർശമുള്ള അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ട് വായിക്കുന്ന കവിതകൾ അതിമനോഹരമായിരിക്കുന്നു. പുസ്തകത്തിലെ കവിതകളുടെ വിഷയാവതരണത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് പദാർത്ഥമുണ്ട്, ഒരു മനുഷ്യപ്രപഞ്ചമുണ്ട്, മൃഗപ്രപഞ്ചമുണ്ട്, സസ്യപ്രപഞ്ചമുണ്ട്. അത് മനോഹരമായ ഏറ്റവും ലളിതമായ വാക്കിലൂടെ കോർത്ത് കെട്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറയാം. ആനന്ദാമൃത വർഷിണിക്കായി പെയ്തൊഴിയും വർഷം മാനത്തൊരിടത്തായി ജലമാളികയൊന്ന് പണിതു വെച്ചു. എത്ര സുന്ദരമായ ഒരു വാക്കാണ് ജലമാളിക. ആകാശത്ത് ഒരു മേഘം, അതിന് ജലമാളികയൊന്ന് പണിതു വെച്ചു. ആ വെച്ചു എന്നുള്ളിട്ട് നമ്മൾ വല്ലാതെ ആകർഷിക്കപ്പെടും. അപ്പൊ പ്രജാപതി എന്ന വാക്ക് ഏറ്റവും നഗ്നമായ ഒരു വാക്കായി മുരളിയുടെ കവിതയിൽ പ്രവർത്തിക്കുന്നത്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കവിതയും അതാണ്. സൂര്യൻ എന്നുള്ള പ്രയോഗമാണ്. അപ്പൊ വെളിച്ചത്തിന്റെ കവിതയാണ്, ചൂടിന്റെ കവിതയാണ്, തീക്ഷ്ണതയുടെ കവിതയാണ്. അതേസമയം എല്ലാത്തിന്റെയും നിയന്ത്രകനായിരിക്കുന്ന ഒരു വലിയ സൗന്ദര്യത്തിന്റെയും ഊർജത്തിന്റെയും കൂടി അടയാളപ്പെടുത്തലുകളാണ് ഈ കവിത. ബുദ്ധമൗനമെന്നോ രണ്ട് തലവാചകങ്ങളും ഏറ്റവും ഉചിതമായി ചേരുന്ന 49 കവിതകളുടെ സമാഹാരമാണ് പ്രിയപ്പെട്ട കവി സുഹൃത്ത് ശ്രീവരാഹ മുരളിയുടേതായിട്ട് ഇന്ന് മുണ്ടശ്ശേരി സ്മാരകത്തിൽ പ്രകാശിതമായിരിക്കുന്നു. ബുദ്ധൻ മാത്രമല്ല, യശോധര വരെ മലയാളത്തിൽ കവിതയ്ക്ക് വിഷയമായിട്ടുണ്ട്. ടാഗോറിന്റെ ഗാന്ധിജിയുടെയും മനോഹരമായ ഒരു ചിത്രം കാലക്കമണ്ഡലം വിജയം പറയട്ടെ ഈ പുസ്തകത്തിൽ ഒരു കവിതയ്ക്ക് അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു ജ്ഞാനവൃക്ഷത്തിന്റെ ചുവട്ടിൽ ടാഗോർ മഹാകവിയും ഗാന്ധിജിയും ഇരിക്കുന്ന ഒരു ചിത്രം ഈ പുസ്തകത്തിന്റെ താളുകൾ മറച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എഴുത്തിന്റെ വഴികളിൽ പിന്നിട്ട വഴികളോടൊപ്പം തന്നെ വരാനിരിക്കുന്ന വഴികളും പ്രകാശപൂർണ്ണമാവുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാർത്ഥകമായ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ സഫലീകൃതമാവട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക പ്രവർത്തനങ്ങളുപരി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും പ്രവർത്തനവും നന്നായി നിർവഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ആ പ്രദേശത്തിന്റെ പ്രവർത്തകനും സംഘാടകനും എന്ന നിലയിൽ ഉള്ള അഭിമാനവും സന്തോഷവും പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒന്നായിട്ട് ആണ് എനിക്ക് തോന്നിയത്. അതൊരു മൗനമല്ല, ആചാരമായ മൗനം, മൗനത്തിൻ്റെ മുഴക്കം എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ആ മൗനത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കവിതയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കും. ചിന്തിക്കുന്നിടത്താണ് ബുദ്ധൻ്റെ ഈ പരിണാമം. അപ്പം അത് ഒരു ചരിത്രപരമായ പരിണാമമായി കണ്ടുകൊണ്ടാണ് ശ്രീ മുരളി ഇതിലെ പല കവിതകളും അതാണ് നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്.